തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ഇപ്പം വരുമായിരിക്കും ചിലപ്പോ എവിടെയെങ്കിലും പറയൂ. സർ, ഇവിടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിയത്. 58 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നു. സർ, നേരത്തെ 600 രൂപയാണ്. ആ 600 രൂപയുള്ള ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1300 രൂപയാക്കി. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് അത് വീട്ടിലെത്തുകയാണ്. സർ, ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ആ ചിരിക്കുന്ന പല്ലില്ലാത്ത മോണ കാട്ടിയ ഒരു ചിരി, ആ പണം കയ്യിൽ വാങ്ങിയപ്പോ? സർ, അതല്ലേ നാടിന്റെ കുളിർമ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം ആവേശകരമായി മുറുകുമ്പോൾ വിവാദങ്ങളും പുകയുകയാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന KC വേണുഗോപാലിന്റെ ആക്ഷേപം സ്വാഭാവികമായി ഉണ്ടായതല്ല. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ചരിത്രാതീത കാലം മുതലേ കോൺഗ്രസ് തുടരുന്ന നിലപാടാണിത്. ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കരുതെന്നായിരുന്നു പെൻഷൻ കൊടുക്കാനുള്ള ഇടതു സർക്കാരിന്റെ തീരുമാനത്തോട് കോൺഗ്രസിന്റെ ആദ്യ നിലപാടെങ്കിൽ ഇന്നത് കൈക്കൂലി എന്ന ആക്ഷേപത്തിലേക്ക് മാറിയിരിക്കുന്നു. സാധാരണക്കാരന്റെ അവകാശമായ പെൻഷനെ പോലും കേവല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനോട് പൊറുക്കുമോ നിലമ്പൂർ ജനത? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നവർ: N ചന്ദ്രൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം വസന്ത് സിറിയക്കിലേക്ക്. വസന്ത, വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അത് പറയുന്ന KC വേണുഗോപാലിന് അറിയാത്തതല്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശബോധമായാണല്ലോ ഓരോ ആളുകളെയും ഈ പെൻഷൻ വാങ്ങുന്നത്, സർക്കാരിൽ നിന്നും കിട്ടുന്ന തുക. അതിനെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന തരത്തിലേക്ക് കോൺഗ്രസിലെ തന്നെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അധിക്ഷേപിക്കുക, അത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാകില്ല മറ്റു നേതാക്കളൊക്കെയും അതിനെ ഇങ്ങനെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന നിലയിലേക്ക് ദിവസങ്ങളായി ആ പ്രസ്താവനകൾ തുടരുക. എന്താണ് ഇതിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? നിലമ്പൂരിലെ ജനങ്ങളോടും സാധാരണക്കാരായ പെൻഷൻ വാങ്ങുന്ന ആളുകളോടും എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വസന്ത, കേൾക്കുന്നില്ലേ? എനിക്ക് ചാനൽ സൈഡ് ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശരി, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ വസന്ത? വസന്തിനോടാണ് ചോദ്യം. കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ മടങ്ങി വരാം വസന്ത. പ്രശ്നം പരിഹരിച്ച ശേഷം ഞാൻ മടങ്ങി വരാം. ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, തുടക്കത്തിൽ ഇവിടെ ഇപ്പോൾ 2 നേതാക്കളുടെ ഒരേ വിഷയത്തിലെ നിലപാടുകളാണ് നമ്മൾ കേൾക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞത് ഈ അടുത്ത ദിവസമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു നാളുകൾക്ക് മുൻപ് നിയമസഭയിൽ പെൻഷനെ കുറിച്ച് പറയുന്ന പരാമർശമാണ്. അത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് അതാണ്. അപ്പോൾ അത്തരമൊരു വിഷയത്തെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന മട്ടിലൊക്കെ KC വേണുഗോപാലിനെ പോലൊരു നേതാവ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളിൽ അതിന്റെ ഇമ്പാക്ട്, അതിന്റെ റിയാക്ഷൻ അതില്ലാതെ പോകുമെന്ന് കരുതുന്നവരാണോ കോൺഗ്രസുകാർ? അല്ല, ബോധപൂർവം അസത ഇക്കാര്യത്തിൽ നുണ പറയുകയാണ് KC വേണുഗോപാൽ എന്നുള്ളതിന് ഒരു സംശയം ആർക്കും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നുള്ളതേ പിന്നെ ആലോചിക്കേണ്ടതുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ കേരള നിയമസഭയിൽ കഴിഞ്ഞ വർഷം 2024 ജൂലൈ 10 ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി വിശദമായി സംസ്ഥാനത്തിൻ്റെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച്. അതാണ് ആധികാരികമായി നമുക്ക് എടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. ഒരുപാട് രേഖകളുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-14 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2015 അന്ന് കോന്നി MLA ആയിരുന്ന രാജു അബ്രഹാം, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് MK മുനീർ നൽകിയ മറുപടി അതടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അത് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം പറഞ്ഞ ആ മറുപടിയിൽ അത് മുഴുവൻ വായിക്കാനുള്ള സമയമൊന്നും ഇതിനകത്തിൻ്റെ ആവശ്യവുമില്ല. ഈ അതിൽ അദ്ദേഹം പറയുന്ന ചട്ടം 300 പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2016 UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചവരുടെ ആകെ എണ്ണം 34,43,414. ഇവർക്ക് 600 രൂപ വീതമാണ് പെൻഷൻ നൽകി വന്നിരുന്നത്. ഇതുതന്നെ 18 മാസം വരെ കുടിശ്ശികയായിരുന്നു. ഇതേറെ ചർച്ചകൾക്കിടയാക്കിയതുമാണ്.
2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1600 രൂപയും ആക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, 600 ആദ്യം 1000 ആക്കി, 1000 1400 ആക്കി, 400 500, 500 600. ആ 1600 ഇപ്പം നിൽക്കുന്ന അവസ്ഥ. അതവിടെ നിൽക്കട്ടെ. അതവിടെ ഞാൻ അതിലേക്ക് കൂടുതൽ പോകാനില്ലാഞ്ഞിട്ടല്ല, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഡോക്ടർ M.K. മുനീർ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ മറുപടി ചോദ്യം രാജു അബ്രഹാമിൻ്റെ ഇതാണ്: ഈ സർക്കാർ അധികാരമേറ്റ ശേഷം, ഉമ്മൻചാണ്ടി സർക്കാർ 2015-16 ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടോ? എങ്കിൽ കാരണം വിശദീകരിക്കാമോ? ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? ഉത്തരം: ഉണ്ട്. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുടിശ്ശിക സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. ക്രമ നമ്പർ: ക്ഷേമ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വികലാംഗ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വിധവാ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ സെപ്റ്റംബർ 14 മുതൽ 8 മാസം, കർഷകത്തൊഴിലാളി പെൻഷൻ ജൂലൈ മുതൽ 2014 10 മാസം. ഇങ്ങനെ നെടുങ്കൻ കണക്കുകൾ ഇങ്ങനെ നിയമസഭയിൽ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവർ ആവർത്തിച്ച് വാശിയോടെ ചോദിക്കുന്നതെന്ന് അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല, പിണറായി സർക്കാർ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്നങ്ങ് ബ്ലൈൻഡായിട്ട് പറയുകയും ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ ഒറ്റ ഒരു നുണപ്രചാരണമാണ്, അല്ലാതെ ഇതിനകത്ത് യാതൊരു വസ്തുതയുമില്ല എന്നങ്ങ് സ്ഥാപിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ മറ്റൊരു സംഗതിയുണ്ട്. ആദ്യത്തെ ഉത്തരവുണ്ട്. ഈ ധനകാര്യമന്ത്രി ആയിട്ട് 2016 ഉണ്ടായിരുന്നത് തോമസ് ഐസക്കാണല്ലോ. തോമസ് ഐസക്കിൻ്റെ ഇത് സംബന്ധിച്ചൊരു ഉത്തരവിൽ, തോമസ് ഐസക്കിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെയാണ് ഉത്തരവ്. ആ ഉത്തരവിൽ അവർ പറയുന്നുണ്ട് 15,000 രൂപയാണ് ഒറ്റയടിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത്, അന്ന് ഗവൺമെൻറ് കൊടുക്കാൻ നിശ്ചയിച്ചത്. ഈ 15,000 രൂപ 2016 ഓണത്തിനാണ് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് കണക്കാക്കി നോക്കി, 600 രൂപ പെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര വരും? 15,000 ഭാഗം 600 എത്രയാണ്? എത്ര മാസം വരും? അത് മാത്രം നോക്കിയാൽ പോരെ. 15 മാസമാണല്ലോ വരിക. അതാണല്ലോ കൊടുത്തത്. അതിൽ 2 മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ, പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള തൊട്ട് ഓണമാസങ്ങൾ. ബാക്കി കിടക്കുന്നത് മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും കുടിശ്ശികയുള്ളത് നോക്കി കൊടുക്കാനായിട്ട് ഉത്തരവ് അതിൽ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ആ കാലത്ത് നടന്നതാണ്, ജനങ്ങൾക്ക് ഇത് കിട്ടിയതുമാണ്. ഒന്നിച്ച് അവർ വാങ്ങിയതിൻ്റെ കാര്യങ്ങൾ അവരെല്ലാം പരസ്യമായി നിലമ്പൂർ തന്നെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നിലമ്പൂർ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ അഖിലേന്ത്യാ നേതാവ്, ഏറ്റവും പ്രമുഖനായ നേതാവാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ MP. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ നിലമ്പൂർ ഇത്തരമൊരു നുണ പറഞ്ഞാൽ അത് വെച്ച് പ്രചരണം കൊഴിപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മത്സരം രാഷ്ട്രീയമാണല്ലോ ഇപ്പോൾ തന്നെ അവിടെ. ഇപ്പം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, നിലമ്പൂരെ മത്സരം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ മത്സരത്തിൽ ഇപ്പോൾ തന്നെ തങ്ങൾക്ക് നൈരാശ്യത്തോടെ പിൻവാങ്ങേണ്ടി വരുന്നതിൻ്റെ ജാള്യതയാണ് ഇത്തരത്തിലുള്ള നുണകൾ നിരന്തരം പറയാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, നിലമ്പൂരിൽ നിന്ന് കണ്ടില്ലേ, നിലമ്പൂര് പെൻഷൻ കിട്ടിയവരുടെ പ്രതിഷേധം എന്ന് കണ്ടില്ലേ? എന്തുകൊണ്ടാണത് വന്നത്? ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. ആ ജീവിത അനുഭവങ്ങളെ സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യാ നേതാവും ഒക്കെ വന്ന് പരസ്യമായി നുണ പറയുന്നത്. അതിന് താഴെയുള്ള മറ്റ് നേതാക്കൾ, വിശ്വനാഥിനെ പോലുള്ളവർ നിരന്തരം പത്രസമ്മേളനം വിളിച്ചും ചീത്ത പറയുകയാണ്. ഇത്തരം നുണകൾ ജനങ്ങൾക്ക് നന്നായിട്ട് അവരുടെ ജീവിത അനുഭവം കൊണ്ട് അവർ തിരിച്ച് മറുപടി പറയുകയാണ്. ഇത് നുണയാണെന്നും തങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെന്നും തങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നും തങ്ങളിത് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെന്നും ജനങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത്. ഇത് തന്നെയാണ് ഇവരെ വിരളി പിടിപ്പിക്കുന്ന പ്രശ്നവും. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇവിടെ ഇപ്പോൾ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ശ്രീ M. ജയചന്ദ്രൻ വിശദീകരിച്ചു. കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം അത് ഈ സർക്കാർ കൊടുത്തു തീർക്കുന്നു, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊടുത്തു തീർക്കുന്നു. പക്ഷേ അതിനൊക്കെയും അപ്പുറം വസന്ത്, ഞാനിതിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഊന്നാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ നൽകുന്ന പെൻഷൻ തുക അത് അവരുടെ അവകാശമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവകാശ ബോധത്തോടു കൂടി പെൻഷൻ വാങ്ങുന്ന ജനതയെ നോക്കിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ തലത്തിലെ തന്നെ നേതാവ് കൈക്കൂലി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മനോഭാവത്തിലാണ് KC വേണുഗോപാൽ അത് പറയുകയും തുടർന്നങ്ങോട്ട് ഓരോ നേതാക്കളും, VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഓരോ നേതാക്കളും അത് KC വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ് എന്ന് ഊന്നുകയും ചെയ്യുന്നത്?
നോക്കൂ, രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന് അങ്ങയുടെ ചോദ്യം, രണ്ട് MJ പറഞ്ഞുപോയ ചില കാപട്യങ്ങൾ, അതിനും ഉത്തരം പറയേണ്ടതായുണ്ട്. ഒന്ന് അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് കൈക്കൂലിയായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കാണുന്നത് എന്ന് ചോദിച്ചാൽ, നോക്കൂ, നിങ്ങൾക്ക് PSC ബോർഡ് അംഗങ്ങൾക്ക് 400% ഇരട്ടിയായി പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. നിങ്ങൾ ചിന്താ ജെറോമിന് പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. KV തോമസിനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും പണം കൊടുക്കുന്ന സമയത്ത്, അത് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അതായത് സർക്കാർ അഭിഭാഷകൻ, ഞാനൊരു അഭിഭാഷകനാണ്, പക്ഷേ സർക്കാർ അഭിഭാഷകർക്ക് ഹൈക്കോടതിയിൽ മറ്റുമുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലുമാർക്ക് സർക്കാർ കൊടുക്കുന്ന പണം കൂട്ടി 500-600 ഇരട്ടിയാക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ അതിനേതാണ്ട് 1 മാസത്തെ സ്പാനിൽ, 1 മാസം തൊട്ട് മുമ്പുള്ള ഒരു 10-20 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ പറയുന്നത് അരമുറുക്കി കൊടുക്കണം, സർക്കാർ ഖജനാവിൽ പണമില്ല, നമ്മളെ കേന്ദ്രം ഞെരുക്കുന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരിന് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുമ്പോഴും കൊടുക്കാനില്ലാത്ത ക്ഷേമ പെൻഷൻ ഇലക്ഷൻ കാലത്ത് മാത്രം അതിന്റെ പൈസ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. വസന്ത്, ആ പോയിന്റിൽ എനിക്കൊരു തർക്കമുണ്ട്. വസന്തിനെ ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കാം, ഞാൻ അതിലേക്ക് വരുന്നുമുണ്ട്. ഇപ്പോൾ വസന്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിലെനിക്ക് തർക്കമുണ്ട്. അതായത് വസന്തിന്റെ പക്ഷം മറ്റെല്ലാ സമയത്തും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും പണമില്ല, പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവർക്ക് പണം വരുന്നു, അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെൻഷൻ കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുന്നു. അതെങ്ങനെ എന്നുള്ളതാണല്ലോ ചോദ്യം, അല്ലേ വസന്ത്? നീട്ടരുത് നമുക്ക്. ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വസന്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതാ 2 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ, 1 മാസത്തെ പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ വസന്തിന്റെ വാദം. ആ വാദം നിലനിൽക്കുന്നതാണോ വസന്ത്? നോക്കൂ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2025 മെയ് 25-ാം തീയതിയാണ്, ആണല്ലോ, അതിൽ തർക്കമില്ല. പക്ഷേ ഈ 2025 മെയ് 25-ന് കൃത്യം 31 ദിവസം മുൻപ്, അതായത് 2025 ഏപ്രിൽ 24-നാണ് മെയ് മാസത്തെ പെൻഷനും അതിനോടൊപ്പം 1 മാസത്തെ കുടിശ്ശികയും കൊടുക്കും എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം വരുന്നത്, ഉത്തരവ് വരുന്നത്. അതായത് ഏപ്രിൽ മാസം വരുന്ന ഈ ഉത്തരവിൽ അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള അടുത്ത മാസം മെയ് മാസം പകുതിക്ക് ശേഷം ഈ ക്ഷേമ പെൻഷൻ ഈ നിലയിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 31 ദിവസം മുൻപ് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് സർക്കാർ എന്താ ഈ കവടി വെച്ച് നിർത്തിയിട്ടുണ്ടാകുമോ വസന്ത? അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല, ഉത്തരത്തിലും അങ്ങ് ഇടപെടില്ല. 1 മിനിറ്റിൽ പറയാം. അങ്ങ് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന വളരെ ഈ പറയുന്നത് ഈ മധുരം പൊതിഞ്ഞ ഒരു കയ്പാണ്. അതായത് നോക്കൂ, ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അവിടുത്തെ നിങ്ങളുടെ മുൻ MLA, അദ്ദേഹം രാജിവെച്ചത് സർക്കാർ അറിഞ്ഞില്ലേ? അദ്ദേഹം രാജിവെച്ച ശേഷം എത്ര മാസങ്ങൾ കടന്നുപോയി? സ്വാഭാവികമായും ഈ രാജ്യത്തെ നിയമം, ഏത് കുട്ടിക്കും അറിയാവുന്ന നിയമം, ഒരു സാമാജികൻ രാജിവെച്ചാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ റീഇലക്ഷൻ നടക്കണം എന്നുള്ളതാണ്. അൻവർ രാജിവെച്ചിട്ട് എത്ര കാലമായി? 2, നിലമ്പൂരിൽ മാത്രമല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്താകമാനം വിവിധ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ കബഡി വെച്ച് നിരട്ടേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അങ്ങനെയാണെങ്കിലും അതിൽ തർക്കമുണ്ട് വസന്ത്. അങ്ങനെയാണെങ്കിലും അതിൽ തർക്കമുണ്ട്. വസന്ത് എന്താണ് പറയുന്നത്? PV അൻവർ രാജിവെച്ച സ്ഥിതിക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ PV അൻവർ രാജിവെച്ചിട്ട് എത്ര നാളായി? അതിനുശേഷം എത്ര നാളിന് ശേഷമാണ് ഈ തുക കൊടുക്കാനുള്ള ഡിക്ലറേഷൻ, സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ഈ സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് വാസ്തവത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വസന്ത? നിലമ്പൂരിന്റെ സവിശേഷമായ സാഹചര്യം എന്താണ്? തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്ക് എത്ര മാസം നിയമസഭയിൽ പെർഫോം ചെയ്യാനുള്ള സമയമുണ്ട്? ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയം 1. 2, പഹൽഗാം പോലൊരു വിഷയം നടന്നതിന് ശേഷം ഇനിയൊരു തെരഞ്ഞെടുപ്പിന് സാധ്യത ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് രാജ്യവ്യാപകമായി ഒരു പ്രതീതി ഉണ്ടായിരുന്ന സമയം. ഒരു തരത്തിലും നിലമ്പൂരിൽ ഇതാ മെയ് 25-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷയേ ഇല്ലാതിരുന്ന സമയത്താണ് അതിന് 1.5 മാസം മുൻപ്, 31 ദിവസം മുൻപ് എന്നുള്ളത് നമ്മൾ ഓർക്കണം വസന്ത്. അങ്ങനെയാണെങ്കിൽ വസന്ത് പറയുന്ന തരത്തിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോട് ഏറ്റവും അടുത്ത സമയത്ത് വേണ്ടേ പെൻഷൻ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം വരാൻ? അല്ല, 2 പ്രശ്നങ്ങൾ. ഒന്ന്,
ഒരു ദിവസമാണെങ്കിലും സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകളുണ്ട്. 6 മാസം കഴിഞ്ഞ് ഒരു ദിവസമാണ് ആ സാമാജികന് സഭയിലിരിക്കാൻ സാധിക്കുന്നതെങ്കിലും ആ സാമാജികന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതെങ്കിലും ലോക്സഭയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതെങ്കിലും ആ ഒരു ദിവസത്തേക്കെങ്കിലാണെങ്കിൽ പോലും ഇലക്ഷൻ നടത്തണം. ഞാൻ ചോദിക്കുന്നത് പി വി അൻവർ രാജിവെച്ച ശേഷം ഉള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ വസന്ത്, ആ ഗ്യാപ്പിനെ കുറിച്ച് അപ്പോൾ വസന്ത് എന്താണ് പറയുന്നത്? പി വി അൻവർ രാജിവെച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ വസന്ത്, ആ കാലയളവിനെ കുറിച്ച് സംസാരിക്കൂ. ആ കാലയളവിൽ അത് പ്രതീക്ഷിച്ചാണ് സർക്കാർ ഇത് പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളത് എന്ത് ലോജിക്കാണ് വസന്ത്? തീർച്ചയായും അൻവർ രാജിവെച്ച ഏതാണ്ട് അഞ്ചാമത്തെ മാസമാണിത്. അതായത് കൃത്യമായി അറിയാം ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ഇലക്ഷൻ ഉണ്ടാവും. അല്ല, അങ്ങനെയാണെങ്കിൽ അൻവർ രാജിവെച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസവും അത് പ്രതീക്ഷിക്കാമായിരുന്നല്ലോ. അത് ചോദ്യമല്ലേ? അൻവർ രാജിവെച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസവും അത് പ്രതീക്ഷിക്കാമായിരുന്നു. അസിത പറയുന്ന പോയിന്റ് ഓക്കെ ആവും. എപ്പോഴാണെന്ന് അറിയാമോ? അൻവർ രാജിവെക്കുന്നതിന് മുമ്പാണ് നിങ്ങളുടെ ജിയോ വരുന്നതെങ്കിൽ. അങ്ങനെയല്ല, അൻവർ രാജിവെക്കുന്നത് ജാനുവരി 13-ാം തീയതിയാണ്. അതിന് 3 മാസം കഴിഞ്ഞാണ് നിങ്ങളുടെ ജിയോ വരുന്നത്. ശരി വസന്ത്, ആ പോയിന്റ് ഞാൻ എടുക്കാം. അൻവർ രാജിവെക്കുന്നതിന് മുൻപ് എന്നാണ് അതിന് മുൻപ് പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനം വരുന്നത്. വസന്ത് പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അൻവർ എന്നൊരു MLA രാജിവെച്ച് ഇനിയൊരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണല്ലോ വസന്തിന്റെ നറേഷൻ. അതെങ്ങനെ ശരിയാകും? അപ്പോൾ അതിന് മുൻപ് ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ലേ? അല്ല, അതിന് മുമ്പ് പെൻഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുടിശ്ശികകൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കൊടുത്തത് ലോക്സഭ. ഒരു കാര്യം, ഒരു 10 സെക്കൻഡ് വരും, ഒരു കാര്യം പറയാം. പറയൂ വസന്ത്, ഒരു മിനിറ്റ് വസന്ത് പറയൂ. സർ പറഞ്ഞോളൂ. വസന്ത, ഒരു 10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡേ ഉള്ളൂ. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്. പ്രതിമാസം 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. മാർച്ച് 2024 മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ്. പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ഈ ഇനത്തിൽ 4250 കോടി രൂപയാണ് കുടിശ്ശികയായി ഉള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1700 കോടി രൂപ വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ചട്ടം 300 പ്രകാരം ജൂലൈ 10-ന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും 2 പെൻഷൻ കഴിഞ്ഞ വർഷവും ഈ വർഷം 3 കുടിശ്ശികയും കൊടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്ന് അൻവർ സഭയിൽ LDF-ന്റെ അംഗമാണെന്നേ, അപ്പോഴാണ് ഇത് വ്യക്തമാക്കുന്നത്. അന്ന് 2 കൊടുത്തു നേരത്തെ, 3 ഇപ്പോൾ അടുത്തത് 1 കൂടെ കൊടുത്തു, ബാക്കി 2 കുടിശ്ശികയുണ്ട്. അത് ഈ വർഷം തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് അതെങ്ങനെയാണ് ഈ ഇലക്ഷനായിട്ട് പിന്നെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ വ്യക്തമാക്കിയ കാര്യമല്ലേ ഇത്? മുഖ്യമന്ത്രി തന്നെ അങ്ങ് പറയുന്നത് കഴിഞ്ഞ 1 വർഷം മുമ്പേ പിണറായി സഭയിൽ നടത്തിയ പ്രസംഗത്തെ പറ്റിയാണ്. എന്നിട്ട് എന്താണ് ഇത്രയും കാലമായിട്ട് ആ പെൻഷൻ ഡിസ്പേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നത്? പെൻഷൻ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഇലക്ഷൻ നടക്കുന്നതിന് ഏതാണ്ട് 1 മാസം തൊട്ട് മുമ്പ് മാത്രമാണെങ്കിൽ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ വിലയിരുത്തപ്പെടുകയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും ഇതേ അവസ്ഥ ഉണ്ടായല്ലോ. അങ്ങ് പറയുന്നു ഇനി ഒരു കാര്യം അങ്ങ് തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, 4500 കോടി രൂപ ഏതാണ്ട് പിണറായി വിജയന്റെ 2-3 മാസത്തെ പെൻഷൻ കുടിശ്ശിക നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊടുക്കാൻ വേണമായിരുന്നെങ്കിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ അതിന് അത്രയും കോടി മതിയാവുമോ? എത്ര കോടി വേണമായിരുന്നു? നിങ്ങൾ 2016 നിങ്ങളുടെ മന്ത്രി തോമസ് ഐസക്, ഇന്ന് മാധ്യമങ്ങളിൽ ഇരുന്ന് ഹോകാരം സംസാരിച്ച തോമസ് ഐസക് 2016 അധികാരത്തിലേറിയപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ ഉണ്ട്. ആ വൈറ്റ് പേപ്പർ അദ്ദേഹം ഇറക്കിയതാണ്. അദ്ദേഹം തന്നെ തുറന്നു വായിച്ചാൽ മതി. എത്രയാണ് മിച്ചം വന്നിരിക്കുന്നത്? 838 കോടി രൂപ. 838 കോടി രൂപയാണ് ആ വൈറ്റ് പേപ്പർ ഇറക്കുന്ന സമയത്ത് സർക്കാർ ഡിസ്പേഴ്സ് ചെയ്യേണ്ട ബാലൻസ് ആയി നിൽക്കുന്ന പെൻഷനിലുള്ള ബാലൻസ്. അതിനുശേഷമാണ് പെൻഷൻ കമ്പനി ഉണ്ടാക്കുന്നതും ആ കമ്പനി നഷ്ടത്തിലായി ഏതാണ്ട് ഇന്ന് 20,000 കോടി രൂപയുടെ നഷ്ടം ആ കമ്പനിക്കുണ്ട്, പലിശ അടക്കം. അത് മാത്രമല്ലെന്നേ, വേറൊരു കാര്യം കൂടി പറയാം. അസിത പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. ഈ പെൻഷൻ ആരാ കൊടുക്കുന്നത്? വീടുകളിൽ ഇപ്പോൾ കൊടുക്കുന്നത് ആരാ? വീടുകളിൽ കൊടുക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന CPM ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിലെ തൊഴിലാളികളാണ്. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല കേട്ടോ, അവിടെ എല്ലാം CPM-കാർ തന്നെയാണ്. അവർ വീടുകളിൽ പോയി രാഷ്ട്രീയം പറയുന്നുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുമുണ്ട്. അത് പറഞ്ഞോട്ടെ, അവർക്ക് ആ പണിയാണ് അറിയാവുക. പക്ഷേ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എത്ര രൂപയാണ്? ഒരു വീടിന് 40 രൂപയായിരുന്നു സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. അത് വെട്ടിച്ചുരുക്കി 25 ആക്കി. കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് അവർക്കുള്ള പൈസ കുടിശ്ശികയാണ്. ഏറ്റവും അടുത്ത ഒരു CPM അനുകൂലിയായ
കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു എംപ്ലോയി എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഏത് ഈ വീട് കയറി കൊടുക്കുന്നതിന് കൊടുക്കുന്ന പൈസ കുടിശ്ശികയാണ്. അപ്പൊ അതടക്കമുള്ള വലിയ കുടിശ്ശികകൾ ഈ സർക്കാർ ഏതാണ്ട് 20,000 കോടി രൂപയുടെ നഷ്ടം പെൻഷൻ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ച സർക്കാരാണ്. എന്നിട്ട് നിങ്ങളെ വിമർശിക്കുമ്പോൾ അത് രാജ്യവിമർശനമാണ്. അയ്യോ, അത്തരം വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ വസന്ത് പറഞ്ഞ പെൻഷൻ കമ്പനി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ. എന്റെ ചോദ്യം അപ്പോഴും എന്റെ ചോദ്യത്തിന് വസന്ത് പൂർണ്ണമായി ഉത്തരം നൽകിയിട്ടില്ല. വസന്ത് പറയുന്നതാണ് പെൻഷന്റെ ലോജിക് എങ്കിൽ എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണോ ഈ സംസ്ഥാനത്ത് പെൻഷൻ കൊടുത്തിട്ടുള്ളത്? അതിൽ മാത്രം വസന്ത് മറുപടി പറയൂ. അങ്ങനെയാണെങ്കിൽ വസന്ത് പറയുന്നതിനോട് ഞാൻ യോജിക്കാം. തീർച്ചയായും എല്ലാ കാലത്തും പെൻഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമല്ല. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുവരെ കുടിശ്ശിക നിൽക്കുന്ന പെൻഷൻ കൃത്യമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ലോക്സഭാ അപ്പോഴാണല്ലോ നോക്കൂ വസന്ത്, അങ്ങനെ കുടിശ്ശികയുള്ള പെൻഷൻ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നതിനാണ് നിങ്ങൾ കൈക്കൂലി എന്ന് പറയുന്നതെങ്കിൽ, അതാണ് ലോജിക് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ കൈക്കൂലി വാങ്ങിയ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന കൊടുക്കുന്ന CPM-ന് വോട്ട് ചെയ്യുകയും അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുകയും വേണ്ടി വസന്ത്. അപ്പോൾ ജനങ്ങളെയാണോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഒരാൾ PR എക്സസൈസ് നടത്തിയാൽ ആ PR എക്സസൈസ് പൂർണ്ണമായും വിജയിക്കണമെന്നില്ല. നിങ്ങളുടെ PR എക്സസൈസ് ആണ് ഈ പെൻഷനിങ്, ഏത് ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്ന പെൻഷനിങ് എന്നാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, എന്താ ഇടതുപക്ഷമാണ് പെൻഷൻ കൊടുക്കുന്നത്? അല്ലെന്നേ, R. ശങ്കറിന്റെ മന്ത്രിസഭ അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന R. ശങ്കർ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ ഈ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കള്ളങ്ങൾ പറയുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇതെല്ലാം സത്യമാണ്, അപ്പാടെ വിഴുങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഴുങ്ങില്ല. അതുപോലെ തന്നെയാണ് ജനത്തിനും മനസ്സിലാവുന്നത്. പെൻഷൻ ഒന്നാമത്തേത് അസിത മനസ്സിലാക്കണം. അസിത ജോലി ചെയ്യുന്നു കൈരളി. അസിതയ്ക്ക് ഒന്നാമത്തെ മാസം തൊട്ട് സാലറി തരണം. 1, 2, 3 മാസം സാലറി തന്നില്ല, ആരുടെ പ്രശ്നമാണ്? നിങ്ങളെ മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. മൂന്നാമത്തെ മാസം നിങ്ങൾ അസിതയ്ക്ക് ഒരുമിച്ച് സാലറി തരുന്നു. അതിന് PR എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അത് നാണക്കേടാണെന്ന് വസന്ത് സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക അത് എത്ര 18 മാസമാണോ 12 മാസമാണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ വസന്ത്. കുടിശ്ശിക ഒരു മിനിറ്റ് കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് വസന്ത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നാണക്കേടല്ലേ? അതിന് മുൻപുണ്ടായിരുന്ന AK ആന്റണിയുടെ സർക്കാർ അധികാരത്തിൽ നിന്നും പോകുമ്പോൾ 28 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയിരുന്നത് നാണക്കേടായിരുന്നു വസന്ത്. അത് കൊടുത്തു തീർത്തത് ആരാണ്? അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോകുമ്പോൾ എത്ര ഉണ്ടായിരുന്നു വസന്ത്? കണക്കൊന്ന് പറയൂ. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോകുമ്പോൾ എത്ര ഉണ്ടായിരുന്നു കണക്ക് പറയൂ. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോകുമ്പോൾ 13 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അന്ന് 300 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ അത് ഇരട്ടിയുടെ അല്ല 2006-ലെ VS അച്യുതാനന്ദന്റെ സർക്കാർ പോകുമ്പോൾ 500 രൂപയായ പെൻഷൻ തുക ഉയർത്തിയിരുന്നില്ലേ വസന്ത്? എന്ന് മാത്രമല്ല ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കുടിശ്ശികയില്ല. 2001-ലെ AK ആന്റണിയുടെ സർക്കാർ വരുത്തിവെച്ച 28 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും 2006 മുതൽ 11 വരെയുള്ള കാലയളവിൽ ഒരു കുടിശ്ശികയും ഇല്ല ആ സർക്കാർ പോകുമ്പോൾ. ഒന്നെങ്കിൽ അസിതയ്ക്ക് കിട്ടുന്ന ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പോയിന്റ്, അത് തെറ്റാണ്. നോക്കൂ, നിങ്ങളുടെ ഗവൺമെന്റ്, ഞാൻ ജിയോ അയച്ചു തരാം ഈ ചർച്ച കഴിയുമ്പോൾ. അതായത് നിങ്ങളുടെ അച്യുതാനന്ദൻ ഗവൺമെന്റ് പോകുമ്പോൾ ഇറക്കിയ ജിയോ ആ ക്ഷേമ പെൻഷൻ 300-ൽ നിന്ന് 400 ആക്കുന്നു എന്നാണ്. അത് ഇലക്ഷൻ ഏതാണ്ട് 1 മാസം 2 മാസം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിന് അത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ സർക്കാർ ഇറങ്ങിപ്പോയപ്പോൾ അവസാനമായി കൊടുത്ത പെൻഷൻ 300 രൂപയാണ്. 400 ആക്കി, 500 അല്ല 400 ആക്കി ആ ഗവൺമെന്റ് ഇറങ്ങിപ്പോയി. പക്ഷെ ആ ഗവൺമെന്റിന് കൊടുക്കേണ്ടതായി വന്നിട്ടില്ല. 2, ഞങ്ങളുടെ ഗവൺമെന്റും അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഒരിക്കലും പെൻഷൻ സെൻട്രലൈസ്ഡ് ആയിരുന്നില്ല, ഏകീകരണം എന്നുള്ളതല്ല. ഏകീകരണമായിരുന്നോ അതോ വിവിധ തലക്കെട്ടുകളിലായിരുന്നു അത് കൊടുത്തത് എന്നുള്ളതല്ല. ആന്റണിയുടെ സർക്കാർ ഈ തരത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്നുള്ളത് വസന്ത് സമ്മതിക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്നുള്ളത് വസന്ത് സമ്മതിക്കുന്നുണ്ടോ? അത് എത്രയാണ് എന്നുള്ളതല്ല. വസന്ത് മുൻപ് പറഞ്ഞതുപോലെ ഈ കുടിശ്ശിക എന്നുള്ളത് മുൻപ് എന്റെ ശമ്പളം വെച്ചൊരു ഉദാഹരണം വെച്ചില്ലേ വസന്ത്? അത് നാണക്കേടാണെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ അതേ കാര്യം ചെയ്തപ്പോൾ അത് നാണക്കേടായിരുന്നില്ലേ വസന്ത്? ശ്രീ തോമസ് ഐസക് തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിയമസഭയിൽ കൊടുത്ത ഉത്തരമില്ലേ? എത്ര മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത്? 3 മാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം തന്നെ ആ ഉത്തരത്തിൽ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തിരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ആക്കി കൊടുക്കാനുള്ള ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ആ തടസ്സം ഉള്ളത് കൊണ്ടാണ് ഈ പൈസ കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന് ക്ലിയറായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശികയുണ്ട് പറയാമോ?
3 മാസമാണോ 2 മാസമാണോ 10 മാസത്തിനുണ്ട് കൂട്ടിരിപ്പുകാർക്ക്, അതായത് തളർവാദ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 1000 രൂപ വീതം പ്രതിമാസം കൊടുത്തിരുന്നു. അത് പെൻഷൻ വിഭാഗത്തിലാണ് അന്നത്തെ ജിയോ പരിഗണിച്ചിരുന്നത്. അവർക്ക് 18 മാസത്തെ ഇപ്പോൾ കൊടുക്കാനുണ്ട്. എൻഡോസൾഫാൻ ബാധിതർക്ക് എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? 1 2 3 4 എണ്ണി പറയാമെന്നേ. വസന്തിന്റെ പാർട്ടിയും അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന് പറയുമോ? കൊടുക്കാതിരിക്കുമ്പോൾ പ്രശ്നമാണല്ലോ. കൊടുത്താൽ പറയും തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി, അതെങ്ങനെ ശരിയാകും? ഉമ്മൻചാണ്ടിയുടെ എന്താണ് കൊടുക്കാതിരിക്കുമ്പോൾ അത് വസന്തത കൊടുക്കാതിരിക്കുന്നത് വലിയ പ്രശ്നമാക്കി കാണുന്നു. അപ്പോൾ ആ കൊടുക്കാതിരിക്കുന്ന കുടിശ്ശികയാണല്ലോ ഇപ്പോൾ കൊടുത്തു തീർക്കുന്നത് വസന്ത. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയായി മാറുകയും ചെയ്യുന്നു. അതെങ്ങനെ ശരിയാകും രണ്ടും കൂടി? അതാണെന്ന് ക്ലിയർ ആയ ചോദ്യമാണ് ശ്രീ അസിത. അതായത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ കുടിശ്ശിക ഉണ്ടാവുന്നത് കേന്ദ്ര സർക്കാർ നിങ്ങളെ ഞെരുക്കുന്നത് കൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുമാണെന്ന് നിങ്ങൾ പറയുന്നു. അത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കെ വി തോമസിനും ചിന്താ ജെറോമിനും സർക്കാർ അഭിഭാഷകർക്കും ഈ പറയുന്ന PSC ബോർഡ് അംഗങ്ങൾക്കും കൊടുക്കാൻ ഉണ്ടാവുന്നുണ്ട് പൈസ. അപ്പോൾ നിങ്ങൾ ഇവരുടെ കുടിശ്ശിക നിർത്തിക്കൊണ്ട് അവരെ സെറ്റിൽ ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു രണ്ട് കാര്യം വസന്ത. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഇലക്ഷൻ കാലങ്ങളിൽ മാത്രമാണോ പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ മടങ്ങി വരാം. ശ്രീ എൻ ചന്ദ്രൻ, കോൺഗ്രസ് പ്രതിനിധി ഏറ്റവും അവസാന ഭാഗം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. പെൻഷൻ ഇനത്തിൽ പെൻഷന്റെ കുടിശ്ശിക നിൽക്കുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ സർക്കാരിന് പണം ഉണ്ടാകുന്നു. സാധാരണക്കാരന് പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഒന്ന്. രണ്ടാമതായി, അങ്ങനെ ഇല്ലാത്ത പണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം. സർക്കാരിൻ്റെ കയ്യിൽ പൈസ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം കേവലം 5 മാസം മാത്രമാണ് ആ മാസാമാസം കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പയെടുത്ത് കൃത്യമായി കൊടുക്കുകയും ബാങ്കുകൾക്ക് പിന്നീട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വായ്പയെടുത്ത് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും കർശന നിർദ്ദേശത്തെ തുടർന്ന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത 5 മാസം മാത്രമാണ് കുടിശ്ശികയായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ കൃത്യമായി എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 5 മാസത്തെ കുടിശ്ശികയിൽ 4 മാസത്തെ കുടിശ്ശികയും കൊടുത്തു കഴിഞ്ഞു. ഇനി 1 മാസത്തെ കുടിശ്ശികയുള്ളൂ. സർക്കാർ പെൻഷൻ കൊടുക്കാൻ ഇവിടെ കാശില്ല എന്ന് ആരാ പറഞ്ഞത്? കൃത്യമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമല്ലേ? പിന്നെ സർക്കാരിൻ്റെ മറ്റ് മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ, സർക്കാർ എന്ന് പറയുന്നത് എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായും കാലാകാലങ്ങളിൽ ഉണ്ടാവേണ്ടതായ വർധനവ്, പരിഷ്കരണം എല്ലാ മേഖലയിലും വേണ്ടിവരും. ആ വേണ്ടി വരുന്നത് നടപ്പിലാക്കാതെ ആ പരിഷ്കരണം ഒന്നും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു ഭരണ സംവിധാനത്തിനും സാധിക്കില്ല. അത് ഏത് നിലയിലുള്ള ജീവനക്കാർക്കായാലും ശരി, വിവിധ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടാലും ശരി, അവിടുത്തെ തൊഴിലാളികൾക്കായാലും ശരി, വിവിധ മേഖലകളിൽ കാലാകാലം നടപ്പിലാക്കേണ്ടുന്ന പരിഷ്കരണങ്ങൾ നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില പരിഷ്കരണങ്ങൾ ശമ്പളത്തിലും മറ്റും ചില മേഖലയിൽ നടത്തി എന്നുള്ളത് കൊണ്ട് അതെടുത്തിട്ട് കൊടുത്താലും പെൻഷൻ കൊടുക്കാൻ താങ്കൾ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതിനിധി വസന്ത ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചൊരു വാദം അതുകൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ PV അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെക്കുന്നു. അപ്പോൾ ഇതേ കാലയളവിൽ ഞാൻ ഇവിടെ ഡേറ്റ് ഒക്കെ പറഞ്ഞു, മെയ് 25-നാണ് നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അതിന് 31 ദിവസം മുൻപ് പക്ഷേ ഈ പെൻഷൻ നൽകാനുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ സർക്കാർ അതെങ്ങനെ മുൻകൂട്ടി കണ്ടു എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് സ്വാഭാവികമായി ലോജിക്കാണ്. 6 മാസത്തിന് മുൻപ് ഇലക്ഷൻ വേണം എന്നുള്ളതും. അപ്പോൾ ഈ കാലയളവ് ഏകദേശം ശരിയാകുമെന്നുള്ളത് സർക്കാർ മുൻകൂട്ടി കണ്ടിട്ടാണ് അത്രേ ഈ 31 ദിവസം മുൻപ് പ്രഖ്യാപനം നടത്തിയത്. എന്ത് വിഡ്ഢിത്തമാണ് ആ സുഹൃത്ത് പറയുന്നത്? ഈ കഴിഞ്ഞ 2024 ഗവൺമെൻറ് നിയമസഭയിൽ നടത്തിയ 2025 ജനുവരിയിൽ 24 ഗവൺമെൻറ് നിയമസഭയിൽ നടത്തിയ ഒരു റൂൾ 30 പ്രകാരമുള്ള പ്രഖ്യാപനമുണ്ട്.
ആ 30 പ്രകാരമുള്ള പ്രഖ്യാപനത്തിൽ കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷൻ 2 സാമ്പത്തിക വർഷങ്ങളിലായി, ഒന്നാമത് 24-25 വർഷവും പിന്നെ 25-26 സാമ്പത്തിക വർഷത്തിലും കൊടുത്തു തീർക്കുമെന്ന് റൂൾ 30 പ്രകാരം അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. അന്ന് നിലമ്പൂരിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല, എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നില്ല. ആ റൂൾ 300 പ്രകാരം പറഞ്ഞത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഇതിനു മുമ്പും 2 മാസത്തെ ഒരു ഗഡു 2 മാസത്തെ സംഖ്യ കൊടുത്തിട്ടില്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്? അത് വിവിധ സന്ദർഭങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണത്. അത് ഇനി ഒരു ഗഡു ഇനി 2-3 മാസം കഴിഞ്ഞാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഗഡു കൂടി ഒന്നിച്ചു കൊടുക്കും. അതൊരു ഭരണ നടപടിയുടെ ഭാഗമായിട്ട് വരികയാണ്. ഇനി നിലമ്പൂരിനെ ആശ്രയിച്ച് നിലമ്പൂരിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിലമ്പൂരിലല്ലേ ഇലക്ഷൻ ഉള്ളൂ? കേരളത്തിൽ എല്ലാ ജില്ലകളിലും പെൻഷൻ കൊടുക്കുന്നില്ല, നിലമ്പൂരിൽ മാത്രമാണ് കൊടുക്കുന്നത്? എല്ലാ ജില്ലകളിലും പെൻഷൻ കൊടുക്കുന്നില്ലേ? എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നില്ലേ? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പും പെൻഷൻ വിതരണവുമായിട്ടൊരു ബന്ധമില്ല. അത് ഗവൺമെൻറ് നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായും ഗവൺമെൻറ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും ഗവൺമെൻറ്റിന് നേരിടേണ്ടി വന്നാലും ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഇനി ഒരു വീഴ്ചയും വരാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതൊരു നിലമ്പൂർ ഇലക്ഷനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്തെ അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകാഴ്ചപ്പാടോടുകൂടിയല്ല ഈ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ എൻ ചന്ദ്രൻ പറഞ്ഞതുപോലെ ഇനി പെൻഡിംഗ് ഉള്ളത് 1 മാസത്തെ കുടിശ്ശിക മാത്രമാണ്, 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഇനി കുടിശ്ശികയുള്ളത്, കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ ഇത്ര കാലയളവിൽ അത് കൃത്യമായി കൊടുത്തു വന്ന ഇടത്തുനിന്ന് പെട്ടെന്ന് ഈ പെൻഷൻ കമ്പനി പോലുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് വരുമ്പോഴാണ് കുടിശ്ശികയുടെ സ്വഭാവത്തിലേക്ക് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ മാറുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില മാസങ്ങൾ കുടിശ്ശിക വരുന്നു, അത് കൃത്യമായി കൊടുത്തു തീർത്ത് ഇപ്പോൾ 1 മാസം മാത്രം പെൻഡിംഗ്. അത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാകുന്നു. അപ്പോൾ അതിന് മുൻപുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കണക്ക് ചോദിക്കുമ്പോൾ മറുപടിയില്ല. AK ആന്റണി അധികാരത്തിൽ നിന്ന് മാറുമ്പോഴുള്ള 28 മാസത്തെ കുടിശ്ശികയുടെ കാര്യം ചോദിക്കുമ്പോൾ മറുപടിയില്ല. പകരം വസന്ത് പറഞ്ഞത് VSന്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പെൻഡിംഗ് വെച്ചിട്ട് പോയി എന്നും അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു തീർത്തു എന്നുള്ളതുമാണ്. അത് വസ്തുതാപരമാണോ ശ്രീ എം ജയചന്ദ്രൻ? അല്ല, അതിൻ്റെ അകത്ത് വസ്തുതാപരമല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ചർച്ചയിൽ വന്നിരുന്ന വസന്തയെ തെറ്റിദ്ധരിപ്പിക്കരുത്, അത് മോശമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചർച്ചയിൽ. കാരണം അസിത ചൂണ്ടിക്കാണിച്ചല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-16 വാസ്തവത്തിൽ കൂട്ടുന്നത് വെറും 100 രൂപ മാത്രമാണ്. വസന്ത പറയുന്ന പോലൊന്നും അല്ല വസ്തുത അവിടെ സംഭവിച്ചിട്ടുള്ളത്. 500 രൂപ 600 രൂപയൊക്കെ മാത്രമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നിട്ടാണ് അതിൽ തന്നെ 3 മാസം 6 മാസം 10 മാസം 12 മാസം അപ് ടു 18 മാസം വരെ വിവിധ പെൻഷനുകളിൽ കുടിശ്ശിക വരുന്നത്. അപ്പോൾ ഈ പെൻഷനുകൾ എന്താ ഒരൊറ്റ നിലയ്ക്ക് കിടക്കുന്ന പെൻഷനുകളാണോ? അതൊന്ന് പരിശോധിച്ച് പോകേണ്ടതാണ്. 15 തരം പെൻഷനുകൾ നമുക്കുണ്ടെന്നുള്ളത് സാധാരണ വിശദമായിട്ട് എല്ലാവർക്കും അറിയില്ലെങ്കിലും പൊതുവിൽ ധാരണയുണ്ടല്ലോ, ഒറ്റ ഇനം പെൻഷൻ അല്ല എന്നുള്ളത്. ആ പെൻഷനുകൾ ഇപ്പം ഉദാഹരണത്തിന് വസന്ത് ചോദിച്ച ഒരു പെൻഷനുണ്ടല്ലോ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ ഇല്ലേ? ഇതൊക്കെ ഈ വിവിധ ക്ഷേമനിധി ബോർഡുകൾ അവരുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്, ആ പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ പെൻഷൻ അക്കൗണ്ടിലാണ് അത് വരിക. ഈ ചുമട്ടുതൊഴിലാളി സെസ് അടക്കമുള്ള കാര്യങ്ങൾ പിരിക്കാൻ ആ ബോർഡിനുണ്ടായിട്ടുള്ള ഒരു ലാഗിങ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് കർശനമായി ഇടപെട്ടിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായി കുടിശ്ശിക കുറേ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ 2023 മെയ് മാസം വരെയാണ് ആ ബോർഡിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി കുടിശ്ശികയാണ്. അത് സർക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ചട്ടം 300 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതുപോലെ VS സർക്കാരിൻ്റെ കാലത്ത് മൊത്തം കുടിശ്ശിക വന്നു, അത് ഉമ്മൻചാണ്ടി തീർത്തു, 400 രൂപയായിരുന്നു, പിന്നെ അത് 600 രൂപയാക്കി, അതൊന്നുമല്ല, വസ്തുത അതൊന്നുമല്ല. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നുണ്ടല്ലോ, ഈ എന്താണ് പെൻഷൻ വെട്ടിക്കുറച്ചിട്ട് പിന്നെ ഒന്നാക്കി. അങ്ങനെയല്ലല്ലോ, 2 എണ്ണം കിട്ടിക്കൊണ്ടിരുന്ന 600 കിട്ടി. പിന്നെ ഐസക്കിൻ്റെ കാലത്ത് 1ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ആദ്യം ചെയ്തത് എന്താ, 1000 കിട്ടുന്ന വർദ്ധിപ്പിച്ചതോടുകൂടി 1000 കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്, പഴയ 600 തുടരുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവർക്ക് 2 പേർക്കും കൊടുത്തുകൊണ്ടിരുന്നു.
പിന്നീടാണ് അത് ഏകീകരിക്കുന്നത്, ഒന്നാക്കുന്നത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പെൻഷൻ എന്ന് പറയുന്നത് അത് കൈക്കൂലിയാണ് എന്ന് നിങ്ങളുടെ ഒരു നേതാവ് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എന്താ ഭയങ്കരമായ നമുക്കുണ്ടാകുന്ന ഒരു നമ്മൾ തലകുനിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ആ നേതാവ് വർത്തമാനം പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല വസന്തേ. കാരണം ഇത് സാമാന്യ ജനതയ്ക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്, സർക്കാർ കൊടുക്കുന്നൊരു കൈത്താങ്ങാണ്. ആ കൈത്താങ്ങായിട്ടാണ് അവരതിനെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതവരെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ഒന്ന് പറയുകയാണ് കൈക്കൂലിയാണ്. ഈ കൈക്കൂലിയാണെന്നുള്ളതിന് മറുപടിയായിട്ടാണ് ഞാൻ ചോദിച്ചത്, അത് മുമ്പേ തന്നെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ചട്ടം 300 പ്രകാരം ജൂലൈ 10, 2024 മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അന്നേ പറഞ്ഞല്ലോ, ഈ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷം 2 എണ്ണം കുടിശ്ശികയും അടുത്ത സാമ്പത്തിക വർഷം, അതായത് നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ബാക്കി 3 കുടിശ്ശികയും. അതിൽ ഇപ്പോൾ 1 കൊടുത്തു കുടിശ്ശിക, ഇനി 2 എണ്ണം കൂടെ കൊടുക്കാറുണ്ട്, വരുന്ന മാസങ്ങളിൽ അതും കൊടുക്കും. അങ്ങനെയാണത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, 9 വർഷം എന്ന് പറയുമ്പം എത്രയായി? 12 മാസം വെച്ച് 9 വർഷമാകും 19, 108 അല്ലേ? 108 മാസത്തിൽ വസന്തേ 108 മാസങ്ങളിൽ 103 മാസങ്ങളിലും പെൻഷൻ കുടിശ്ശികയായില്ല. 103 മാസങ്ങളിലും സർക്കാർ പെൻഷൻ കൊടുത്തു തന്നെയാണ് വന്നത്. ബാക്കി 5 മാസങ്ങളിലെ ആണ് കുടിശ്ശികയായിട്ട് വന്നത്. ആ കുടിശ്ശിക വന്ന കാര്യം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം കാരണം നമുക്ക് അനുഭവപ്പെട്ട പണഞ്ഞെരുക്കമാണെന്ന് അതും മുഖ്യമന്ത്രി തന്നെ ചട്ടം 300 പ്രകാരം സഭയിൽ പറയുന്നുണ്ട്. അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, അതല്ലാതെ മറച്ചു വെച്ചിട്ടല്ല. പക്ഷേ ഈ 108 മാസത്തെ കഥ പറയാതെ, ആ ചരിത്രം പറയാതെ, ജനങ്ങളുടെ അനുഭവം പറയാതെ 5 മാസം മാത്രം അനുഭവം പറഞ്ഞാണല്ലോ മറിയക്കുട്ടിയെ നിങ്ങൾ രംഗത്തിറക്കിയത് ഇടുക്കിയിലെ. ഇന്നവരെവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നാടിന് മുഴുവൻ അറിയാം. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ മുമ്പുള്ള ജീവിതാനുഭവം ഇതാണ് വസന്തേ. ഈ പിന്നെ 108 മാസത്തിൽ 5 മാസം കിട്ടിയില്ല. അതിൻ്റെ കാര്യം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു. അതിനനുസരിച്ചുള്ള നടപടി, അദ്ദേഹം പറഞ്ഞതുപോലെ നടപടികൾ പിന്നീട് ജനങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് 2, 1, 3 കുടിശ്ശിക കിട്ടിയത്. ഇനി 2 കുടിശ്ശിക കിട്ടാനുണ്ട്. ഇതിനെയാണ് നിങ്ങൾ കൈക്കൂലി എന്ന് അപമാനിക്കുന്നത്. അത്തരം അപമാനിക്കൽ എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഈ വസന്ത് ചോദിച്ചതിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ സൊസൈറ്റി വഴി കൊടുക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ അവർ വഴി മാത്രമല്ലല്ലോ. അതിൻ്റെ അകത്തുള്ള കണക്കെന്ന് പറഞ്ഞാൽ 28.62 ലക്ഷം പേർക്ക് പിന്നെ ബാങ്ക് വഴിയാണ്, ബാങ്കിലേക്കാണ്, അവരുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അത് അവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ്. ബാക്കി വരുന്ന 35.38 ലക്ഷം പേർക്കാണ് ഈ പിന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നത്. അത് മാർക്സിസ്റ്റുകാരുടെ പരിപാടിയാണെന്നാണ് വസന്ത് ആരോപിക്കുന്നത്. മാർക്സിസ്റ്റുകാരാണോ? ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള സഹകരണ സംഘം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷമില്ല, LDFൻ്റെ ആരുമില്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ഭരിക്കുന്നുള്ളൂ. അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന അവിടുത്തെ ബോർഡ് മെമ്പർമാരെ കോൺഗ്രസ്സുകാരാണെന്നേ. അത് പിന്നെ അവിടുത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്, അവരാണ് കൊണ്ട് കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷേ അവരാരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അത് സംഘം ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംഘമായിട്ട് പോലും ഞാൻ ഇതുവരെ അത്രയൊരു പരാതി കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പരാതി ഉണ്ടെങ്കിൽ വസന്ത് ചർച്ചയിൽ പറയൂ. നമുക്കതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ ഈ അവരുടെ മറുപടി അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കാനുള്ള ബന്ധപ്പെട്ടവരോട് ഞാൻ തന്നെ ചോദിച്ചോളാം. വസന്ത് വ്യക്തമാക്കിയാൽ മതി എവിടെയാണ്, ഏത് സൊസൈറ്റിയിലാണ് അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി. ഓക്കെ വസന്ത്, അത് പറഞ്ഞോളൂ. അതിനോടൊപ്പം എൻ്റെ ഒരു ചോദ്യവും, ഇവിടെ ഇപ്പോൾ വസന്ത് പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വാസ്തവം 2022 മാർച്ച് 31 വരെ ഒരു മാസത്തെ പോലും പെൻഷൻ കുടിശ്ശിക ഇടത് സർക്കാർ വരുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് വന്ന സാഹചര്യം പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രത്യേകം പറയേണ്ടത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ആ കണക്ക് മാത്രം വസന്തിനോട് പറയുന്നു. 2022 മാർച്ച് 31 വരെ കുടിശ്ശികയില്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കാലത്തെ പെൻഷൻ ഈ നിലയിൽ കൈക്കൂലിയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഡിംഗ് ഉണ്ടായിരുന്ന പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ മറിയക്കുട്ടി കോൺഗ്രസിന്റെ വലിയ ഐക്കണായിരുന്നല്ലോ പോരാട്ടത്തിന്റെ. അപ്പോൾ നിങ്ങൾക്ക് അന്ന് പറയാമായിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ കൊടുക്കാൻ പാടില്ല, അത് കൈക്കൂലിയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സർക്കാരെ നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന മറിയക്കുട്ടിയുടെ വാദം, മറിയക്കുട്ടി നിങ്ങളുടെ ഐക്കണായിരുന്നു. ഇപ്പോൾ പെൻഷൻ കൊടുക്കുമ്പോൾ പക്ഷേ പറയുന്നു കൈക്കൂലിയാണ് എന്നുള്ളത്. 2 വാദങ്ങൾ 2 തരത്തിൽ 2 സമയത്ത് ഇങ്ങനെ ആവശ്യം പോലെ ഉപയോഗിച്ചാൽ എങ്ങനെ ശരിയാവും വസന്ത? അല്ല,
അസിത പറഞ്ഞതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഒന്ന്, മറിയക്കുട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരിയല്ല. അവർ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം ഉയർത്തിയ ആളാണ്. അതിനുശേഷം അവർക്ക് വീടില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഞങ്ങളുടെ വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ നാളെ എവിടെയെങ്കിലും പോയി, അവർ നാളെ BJP യിൽ നിന്ന് SDPI-യിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി പോയി, ആം ആദ്മി പാർട്ടിയിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ മറ്റേ ബംഗാളിൽ നിന്നൊരു പാർട്ടി വന്നിട്ടുണ്ടല്ലോ, എന്താണ്, ബംഗാളിൽ നിന്ന് തൊഴിലാളികളാണ് വരുന്നത്, ഇപ്പൊ പാർട്ടി വരാൻ തുടങ്ങി, എന്റെ പേര് തൃണമൂൽ കോൺഗ്രസ്, അവിടെയോ പോയി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നമല്ലത്. നോക്കൂ, മറിയക്കുട്ടി അടക്കമുള്ളവർ അന്ന് പെൻഷന്റെ വിഷയം ഉയർത്തുമ്പോൾ ഞങ്ങളത് ക്ലിയറായി ഉയർത്തിയിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. കാരണം സർക്കാരിന്റെ പരാജയത്തിന്റെ ഭാഗമാണ് പെൻഷൻ മുടങ്ങുക. അപ്പോൾ ചോദ്യം ക്ലിയർ ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ മുടങ്ങിയത് പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ മറിയക്കുട്ടിയെ പോലുള്ളവർ ഈ വിഷയം ഉയർത്തുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞില്ല ഇലക്ഷൻ സമയത്ത് ഉയർത്തേണ്ട പ്രശ്നമല്ല ഇത് എന്ന് പറഞ്ഞില്ല? പറയാം അല്ല, അങ്ങ് എടുത്തു ചോദിക്കണ്ട. അത് ഏത് സർക്കാരാണെങ്കിലും ഈ പെൻഷൻ മുടങ്ങുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്ന വിഷയമാണ്. സ്വാഭാവികമായി ഉപയോഗിക്കപ്പെടും. പെൻഷൻ ഈ പറയുന്ന അങ്ങ് ചോദിക്കുന്നത് ഇലക്ഷൻ സമയത്ത് മുടങ്ങി എന്നുള്ളത് അവർ പറയുമ്പോൾ അത് മുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇത്ര കാലമായി നിങ്ങൾ കൊടുക്കാത്തത് എന്ന് ചോദിക്കും. എന്റെ പ്രസക്തമായ ചോദ്യം ശ്രീ MJ നേരത്തെ പറഞ്ഞു. ചോദ്യം മനസ്സിലാക്കാം വസന്ത്. പെൻഷൻ സമയത്ത് ഈ പ്രശ്നം വരുന്നു, നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് മനസ്സിലാക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കൂ, അത് കൊടുക്കുന്നതാണ് പ്രശ്നം. അതെങ്ങനെയാണ് ശരിയാകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് വസന്ത്. ഒരു വിഷയത്തിൽ ഒരേ നിലപാടല്ലേ ഉണ്ടാകേണ്ടത്? കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങേക്ക് അത് മനസ്സിലാവും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. അതായത് MJ നേരത്തെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞല്ലോ എന്ന് പറയുന്നു. ഞങ്ങൾ 3 തവണയാണ് പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ എന്തുകൊണ്ടുവന്നത്, അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അതിനുത്തരമായിട്ടാണ് നേരത്തെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ഇടതു പ്രതിനിധി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ എടുത്തുപയോഗിച്ചത് ശ്രീ PC വിഷ്ണുനാഥ് കൊണ്ടുവന്ന 2ാമത്തെ അടിയന്തര പ്രമേയത്തിലാണ്. 2എണ്ണം ശ്രീ വിഷ്ണുനാഥാണ് കൊണ്ടുവന്നത്. ശ്രീ PC വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തോട് ഉത്തരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത്. നോക്കൂ, ഞങ്ങൾ അടിയന്തര പ്രമേയം പെൻഷൻ മുടങ്ങിയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ മറിയക്കുട്ടി അടക്കം പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞ് വിലപിച്ചവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിനെ കൂടുതൽ ആ ശബ്ദത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രസക്തമായ ചോദ്യം ശ്രീ MJ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെങ്കിൽ എത്ര അടിയന്തര പ്രമേയം അന്നത്തെ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവും ശ്രീ VS അച്യുതാനന്ദൻ നേതാവുമായിരുന്ന നിങ്ങളുടെ പ്രതിപക്ഷം, അതായത് നിയമസഭ വളഞ്ഞ് സമരം ചെയ്യാൻ പോയി 2ാമത്തെ ദിവസം പാട്ടയും പെട്ടിയും മടക്കി തിരിച്ചുപോയ നിങ്ങളുടെ പ്രതിപക്ഷം, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സമരം ചെയ്ത നിങ്ങളുടെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പെൻഷൻ മുടങ്ങി ഇത്രമാത്രം പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയമെങ്കിലും കൊണ്ടുവരാൻ അന്നത്തെ സർക്കാരിന് സാധിക്കാത്തത്? ഞങ്ങൾ കൊണ്ടുവന്നേ 3 എണ്ണം. ഞങ്ങൾ കൊണ്ടുവന്നേ നേരത്തെ പറഞ്ഞതുപോലെ മറിയക്കുട്ടി അടക്കമുള്ളവർ അത് ഉയർത്തുമ്പോൾ ഞങ്ങൾ അവരുടെ വോയിസ് ആയി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? പെൻഷൻ മുടങ്ങിയത് കൊണ്ടാ. അത് ഞങ്ങൾ ഇനിയും പറയും. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒന്നെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ്, ഞാൻ ഇടപെടുന്നു. ശ്രീ N. ചന്ദ്രൻ, നോക്കൂ, പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ കൊടുക്കാത്തത് വലിയ പ്രശ്നമാക്കിയ ഒരു പാർട്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെൻഷൻ കൊടുത്തതിനെ പ്രശ്നമാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ചോദിക്കുന്നത് ഓക്കെ, അത് മനസ്സിലാക്കാം, പ്രതിപക്ഷത്തിന്റെ കർത്തവ്യമാണ്, കടമയാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, കൊടുത്തതിനെയാണ് ഈ നിലയിൽ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുന്നത്. ഈ 2 നിലപാട് കൂടി യോജിച്ചു പോകുന്നതാണോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ എടുക്കുന്ന പല നിലപാടുകളും അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോവുകയാണ് എന്ന വെപ്രാളത്തിൽ എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് പോലും നിശ്ചയമില്ലാത്ത നിലയിലാണ്. ഞാൻ അതിനിടയിൽ ഒരു കാര്യം, അതിന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഉമ്മൻചാണ്ടി കുടിശ്ശികയായി വെച്ച സമയത്ത് നമ്മളൊന്നും ചെയ്തില്ല, അവരിപ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, അപ്പോൾ അവരാണ് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന നിലയിൽ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സമയത്ത് നിരവധി ചോദ്യോത്തരങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് പെൻഷൻ കുടിശ്ശികയായതിൻ്റെ കൃത്യമായ കണക്ക് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ആ ഗവൺമെൻറ്റിനെ കൊണ്ട് അന്നത്തെ ഇടതുപക്ഷ MLA-മാർ വെപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ പറയുന്നത് കേൾക്കും. മാത്രമല്ല, കേരളത്തിലുടനീളം കർഷക തൊഴിലാളി യൂണിയനും മറ്റ് പെൻഷനുമായി ബന്ധപ്പെട്ട പാവപ്പെട്ടവരുടെ സംഘടനയും ശക്തമായ നിലയിൽ എത്ര പ്രക്ഷോഭങ്ങൾ ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് കുടിശ്ശികയായത്? അന്ന് കുടിശ്ശികയായത് ഈ പെൻഷനെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നിലപാട്
മുഴുവൻ ബ്രേക്കായാണ് കേൾക്കുന്നത് വസന്ത. അത് ശ്രീ എൻ ചന്ദ്രൻ സംസാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വസന്ത് പറയുന്നത് കേൾക്കില്ല. വസന്ത് പറയുന്നത് കേൾക്കില്ല വസന്ത. അപ്പോൾ ഞാൻ തിരിച്ചു വരാം. വസന്തിന്റെ സമയത്തേക്ക് ഞാൻ വരാം. പറഞ്ഞോളൂ ശ്രീ എൻ ചന്ദ്രൻ. ഞാൻ സംസാരിക്കട്ടെ. വസന്ത് പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ധൃതി പിടിക്കല്ല. യെസ്, കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞ ഈ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് പുറത്തു വന്നതാണ്. ഇപ്പം മാത്രമാണോ അവർ പെൻഷനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഈ പെൻഷൻ കേരളത്തിൽ കൊണ്ടുവന്നത് മുതൽ അവരിതിനെതിരല്ലേ? എത്രയോ അനുഭവമില്ലേ? 80-ൽ നായനാർ ഗവൺമെൻറ് കർഷക തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ പെൻഷൻ പ്രത്യുൽപാദനപരമല്ല, ദുർവ്യയമാണ്, പ്രായമായവർക്ക് കള്ളു കുടിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞതാരാ? സർക്കാർ ഖജനാവ് അതിലൊരു വ്യക്തത കൂടി. നമ്മളിപ്പോൾ 80-ലെ കണക്കുകളാണ് പറഞ്ഞു തുടങ്ങുന്നത്. വസന്ത് പറയുന്നത് പക്ഷേ അതിനു മുൻപത്തെ കോൺഗ്രസ് സർക്കാരുകളൊക്കെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതിന്റെ കണക്കൊക്കെ കൃത്യമായിട്ട് നിയമസഭയിലും സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. വസന്തേ, ഞാൻ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്ക്. നമ്മളെ സഭ്യമായ നിലയിൽ വേണം പറയാൻ. നിങ്ങൾ മാത്രമാണ് വിവരമുള്ള ആളെന്നും ബാക്കി എല്ലാവരും അതില്ലാത്ത ആളെന്നും കരുതരുത്. അങ്ങനെ ഒരു നിലപാട് ബസന്ത് എടുക്കരുത്. നിങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. മാന്യമായ നിലയിൽ വേണം കാര്യങ്ങൾ കാണാൻ മാന്യമായ നിലയിൽ വേണം. നമ്മളെല്ലാവരും ഈ കേരളത്തിൻ്റെ പെൻഷൻ ചരിത്രം അറിയുന്നവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. ആ ചരിത്രം നിയമസഭാ രേഖയിലുണ്ട്. കരുണാകരൻ്റെ പ്രസംഗം നിയമസഭാ രേഖയിലുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ അങ്ങോട്ടേക്ക് കടക്കുകയല്ല. അതിനുശേഷം കാലാകാലം വന്നിട്ട് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കാം. 45 കൊല്ലമായി കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷനും സാമൂഹ്യ പെൻഷനും ഒക്കെ നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും വിപുലമായ പദ്ധതി വന്നിട്ട് 45 കൊല്ലമായി. ഈ 45 കൊല്ലത്തിൽ 45 രൂപയിൽ നിന്ന് 1600 രൂപയിലേക്ക് എത്തിയപ്പോൾ ഇതിൽ കോൺഗ്രസിൻ്റെ സംഭാവന എത്രയാണ്? അത് പരിശോധിച്ചാൽ മതി. എത്ര ഗവൺമെൻറ് മാറി വന്നു? ഇതിൽ എത്ര ഗവൺമെൻറ്റാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ഏതൊക്കെ ഗവൺമെൻറ്റാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ചരിത്ര രേഖയല്ലേ. നമ്മളിത് ടി വിയിൽ കയറിയിട്ട് കള്ളം പറഞ്ഞുകൊണ്ടൊന്നും കാര്യം ശരിയാവില്ലല്ലോ. ഇതൊക്കെ നിയമസഭാ രേഖകളിലുണ്ട്, സർക്കാർ ഉത്തരവുകളിലുണ്ട്, എല്ലാ കണക്കുകളും ഉണ്ട്. തൽക്കാലം ജനങ്ങളെ പറ്റിക്കാൻ ടി വി ചർച്ചയിൽ ചിലപ്പോൾ കളവൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇത് കേൾക്കുന്ന ഒരു പൗര സമൂഹം കേരളത്തിലുണ്ട്. അവരുടെ കയ്യിൽ കണക്കുണ്ടെന്ന്. അവർ കൃത്യമായിട്ട് നെറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് വരും. അവരെ കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഇത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. പെൻഷൻ എന്ന് പറയുന്നത് ദുർവ്യയമാണ്, പെൻഷൻ ഇതുപോലത്തെ ആൾക്ക് കൊടുക്കുന്നുണ്ടത് ശരിയല്ല എന്ന നിലപാട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. അവർ നിൽക്കുന്നത് കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും അവർക്കും വേണ്ടിയുള്ള സാമ്പത്തിക നയമാണ് അവരുടേത്. പാവപ്പെട്ടവന് വേണ്ടിയുള്ളതല്ല. അത് വ്യക്തമാണ്. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, പാവപ്പെട്ടവന് വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കുന്ന എന്തെല്ലാം പദ്ധതികൾ അവർ തകർക്കുമെന്ന് പറയുന്നു. ലൈഫ് പദ്ധതിയെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കും. അതുപോലെ കുടുംബശ്രീയെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടച്ചു വാർക്കും. ഇങ്ങനെ ഓരോന്ന് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെക്ക് വേണ്ടിയുള്ള സംരക്ഷണങ്ങളെ എല്ലാം ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നവരല്ലേ അവർ. അതിൻ്റെ തുടർച്ചയാണിത്. അത് കോൺഗ്രസിൻ്റെ നയമാണെന്ന് കാണണം. ഏതെങ്കിലും ഒരാളുടെ നാവിൽ നിന്ന് വന്നൊരു പദപ്രയോഗം അബദ്ധത്തിൽ പറ്റിയതല്ല. അയാളുടെ മനസ്സിൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ് പുറത്തു വന്നത് എന്നതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഘട്ടത്തിൽ നടത്തിയ പരാമർശം മാത്രമല്ല, ആ വ്യക്തിക്ക് പറ്റിയ ഒരു കാര്യം, വ്യക്തിക്ക് പറ്റിയ നാക്കുപിഴയോ അബദ്ധത്തിൽ പറ്റിയതാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്. ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പറയണം വേണുഗോപാലൻ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല, വേണുഗോപാലൻ അബദ്ധത്തിൽ പറഞ്ഞതാണെന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കണ്ടേ. പകരം എന്താ ചെയ്തത്? വേണുഗോപാലൻ പറഞ്ഞതിനെ പിന്തുണക്കുന്നു, അത് ശരിയാണെന്ന് പറയുന്നു, അത് തെറ്റില്ലെന്ന് പറയുന്നു. ആര് പറയുന്നു? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ വ്യക്തമാണ് അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്, UDFൻ്റെ നിലപാടാണ്. ആ നിലപാട് കേരളം അംഗീകരിക്കണമോ പാവപ്പെട്ടവർ അംഗീകരിക്കണോ എന്നതാണ് പ്രശ്നം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഈ നയമാണ് പ്രശ്നം. അത് നമ്മൾ കാണണം. 2 നയമാണ് കേരളത്തിലേത്. നോക്കൂ, ഇടതുപക്ഷ മുന്നണി
ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. പെൻഷൻ മാത്രമല്ല, ഈ ഇടതുപക്ഷ മുന്നണി പാവങ്ങൾക്ക് നൽകുന്നത് വെറും പെൻഷനാണെന്ന് ആരും കരുതണ്ട. പെൻഷന് പുറമേയുണ്ട് ലൈഫ് പദ്ധതി. ആർക്ക് വേണ്ടിയാ? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാ. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തിയത് ആരെ ലക്ഷ്യം വെച്ചിട്ടാ? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന പാവപ്പെട്ടവരെ ലക്ഷ്യം വെച്ചിട്ടാണ്. സർക്കാർ ആശുപത്രികളാണ് മെച്ചപ്പെടുത്തിയത്. സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ടവരാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എന്താണ്? സമൂഹത്തിലെ പിന്നണിയിൽ നിൽക്കുന്ന, സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നണിയിൽ നിൽക്കുന്നവരോടൊപ്പം നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് സഹായിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാടാണ്. എന്നാൽ വലതുപക്ഷ മുന്നണി UDF, അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, അതെല്ലാം അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടാണ് അവരുള്ളത്. അതുകൊണ്ടാണ് അവർ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടതുപക്ഷം ഗവൺമെൻറ് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിൽ കൊണ്ടുവന്ന കുറേ പദ്ധതിയുണ്ട്. അതിനോട് അവർക്ക് യോജിപ്പില്ല. പക്ഷേ ഒറ്റയടിക്ക് അത് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഭൂപരിഷ്കരണത്തോട് കേരളത്തിൽ അവർക്ക് യോജിപ്പുണ്ടോ? ഇല്ല. അതിനെതിരായി സമരം ചെയ്തവരല്ലേ. പക്ഷേ അവർക്ക് അട്ടിമറിക്കാൻ പറ്റില്ലല്ലോ. വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് സാർവത്രികം, അവർക്ക് എതിർപ്പുണ്ട്. അവരുടെ വരേണ്യവർഗ വിദ്യാഭ്യാസത്തിൻ്റെ, പക്ഷേ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ. ക്ഷേമ പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നു. അതവർക്ക് ഒന്നിച്ച് അട്ടിമറിക്കാൻ പറ്റില്ല. പകരം ചെയ്യുന്നത് ഇഞ്ചിഞ്ചായി കൊല്ലലാണ് അവരെല്ലാ കാലവും അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിനകത്ത് പാവപ്പെട്ടവർക്കും കേരളത്തിൻ്റെ പൊതു മുന്നേറ്റത്തിനു വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്ന നടപടികളോടെല്ലാം ഇവർക്ക് രാഷ്ട്രീയമായ എതിർപ്പാണ്. അതുകൊണ്ട് അവർക്കതിനോടുള്ള നിലപാട് പരസ്യമായിട്ട് വരും. വ്യക്തമായി ഒരു പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന് പറയുന്നത് കൃത്യം വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ നയമാണ്. ഞങ്ങൾ ആദ്യം കരുതിയത് വേണുഗോപാലിന് ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയത് എന്നാണ്. ഒരോളത്തിന് പറഞ്ഞു പോയിരിക്കുക. പക്ഷേ അല്ല, കൃത്യമായി പറഞ്ഞതാണെന്നുള്ളതിന് തെളിവാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണ. അത് നാം കാണാതിരുന്നുകൂടാ. ശരിയാണ് ശ്രീചന്ദ്രൻ. ഞാനും വസന്തനോട് ആദ്യ ചോദ്യം ചോദിച്ചതും അവിടെ തന്നെയായിരുന്നു. താങ്കൾ അല്പം എത്താൻ വൈകിയത് കൊണ്ടാണ്. വസന്ത് ആവർത്തിച്ചു പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ അനുകൂലമായ നിലപാട് ജനങ്ങളോടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണല്ലോ. അപ്പോൾ പെൻഷൻ സംവിധാനം ആരംഭിച്ച് 80 മുതൽ 2011 വരെ ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ച 100 രൂപയിൽ കൂടുതൽ എത്ര രൂപ കാലങ്ങളായി ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പെൻഷൻ ഇനത്തിൽ? ആ കണക്കൊന്ന് പറയാമോ? ഇനി അങ്ങ് ഇടപെടരുത്. ഒന്ന് ഇടതുപക്ഷത്തിന് ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഈബൽസൻ നുണകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടു പോയത്. കാര്യം ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ് ഈ പെൻഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത്. നല്ലതാണ്, അത് നിങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിലോടും. R ശങ്കറിന്റെ മന്ത്രിസഭയാണ് ആദ്യമായി കേരളത്തിൽ പെൻഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ആ പെൻഷന്റെ പേര് ഓൾഡ് ഏജ് പെൻഷൻ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഭരിക്കുന്ന പിണറായി സർക്കാർ ഉണ്ടല്ലോ, ആ സർക്കാരിന്റെ ഗവൺമെന്റ് ഓർഡറുകൾ, പ്രീവിയസ് ഗവൺമെന്റ് ഓർഡറുകൾ പോയി നോക്കിയാൽ സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ R ശങ്കറിന്റെ കാലത്ത് കൊണ്ടുവന്ന സംവിധാനമാണ് പെൻഷനെങ്കിൽ 80-ൽ നയനാർ സർക്കാർ പെൻഷൻ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് കരുണാകരൻ അതിനെതിരെ സംസാരിച്ചത്? ഓൾറെഡി ഉള്ള ഒരു സംഗതിക്കെതിരെ പുതുതായി അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത്? വസന്ത്, അതൊരു സംശയമാണ്, അതുകൂടി പറയൂ. നോ അസിത, അങ്ങ് പോലും 80കളിൽ തുടങ്ങിയ പെൻഷൻ എന്നാണ് പറഞ്ഞത്. അതിനെയാണ് കൃത്യമായി വസ്തുതകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അല്ല, ഞാൻ ചോദിച്ചത് വസന്തേ മുൻപേ ഉള്ള ഒരു സംഗതി ആയിരുന്നുവെങ്കിൽ 80-ൽ നയനാർ സർക്കാരിന്റെ കാലത്ത് എന്തിനാണ് ഇതിനെ എതിർത്തത് കരുണാകരൻ? അതിന് മാത്രം മറുപടി പറയൂ. പറയട്ടെ. അല്ല, അങ്ങനെ ഇടപെടരുത്. അങ്ങനെ ഇടപെടാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് വിളിക്കണ്ട. രണ്ടുപേരും ഞാൻ വസന്ത് പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടുണ്ട്. വസന്ത് അങ്ങനെ പറയരുത്. വസന്ത് പറയൂ. 3 പേരാണോ സംസാരിക്കുന്നത്? നോക്കൂ, അല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ നുണകൾ പറഞ്ഞപ്പോൾ അങ്ങേക്ക് ഇടപെടണ്ടായിരുന്നല്ലോ. ഞാൻ തെളിവ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പെൻഷൻ ഇൻട്രോഡ്യൂസ് ചെയ്ത സംസ്ഥാനത്തിന്റെ പേര് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ രണ്ടാമതായി പെൻഷൻ ഇൻട്രോഡ്യൂസ് ചെയ്ത സംസ്ഥാനത്തിന്റെ പേര് കേരളം. മന്ത്രിസഭയുടെ പേര് R ശങ്കർ, മുഖ്യമന്ത്രി കം ഫിനാൻസ് മിനിസ്റ്റർ R ശങ്കർ, കോൺഗ്രസ് ആണല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൂട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ വസന്ത്, R ശങ്കർ എത്ര രൂപ? എനിക്കത് അറിയില്ല കേട്ടോ. എനിക്കത് അറിയില്ല എന്ന് പറയാൻ നാളെ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു രേഖകളൊക്കെ മുന്നിൽ വരികയാണെങ്കിൽ അത് അംഗീകരിക്കാം. പക്ഷെ നിലവിൽ എന്റെ പരിമിതമായ അറിവിൽ അത് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ വസന്ത് എത്ര രൂപ എന്ന് കൂടി പറയൂ. ഈ രണ്ടാമത്തെ ചോദ്യം, എന്റെ ചോദ്യം അപ്പോഴും സമയം പോകുന്നു വസന്ത്. ശരി, ഞാൻ അംഗീകരിച്ചുന്നേ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നതെങ്കിൽ അതിനുശേഷം നയനാർ സർക്കാർ കൊണ്ടുവന്ന എത്രയാണ്? 45 രൂപ. 45 മുതൽ 2011 വരെ എത്ര രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾ അതൊന്ന് പറയൂ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 100 രൂപ അല്ലാതെ വേഗം ശരി. ആ നയം കൊള്ളാം വസന്ത്, ആ നയം കൊള്ളാം.
അല്ല, ഇങ്ങനെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് നിങ്ങൾ സംസാരിച്ചു. 12 ഞാൻ ചോദിക്കട്ടെ, രൂപ വർദ്ധിപ്പിക്കൽ മാത്രമല്ല സർക്കാരിന്റെ മേലുള്ള പെൻഷൻ ബേർഡൻ വർദ്ധിപ്പിക്കുന്നത്. പിന്നെ എന്താണ് 13 ലക്ഷത്തി സംതിങ് ആണ് രൂപ വർദ്ധിപ്പിക്കലും കൃത്യമായി കൊടുക്കലും. ഇത് രണ്ടാണ് പെൻഷന് വേണ്ടത്. രൂപ വർദ്ധിപ്പിക്കലും കൃത്യമായി കൊടുക്കലും. ഇത് രണ്ടാണ് പെൻഷന് വേണ്ടത്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അച്യുതാനന്ദൻ ഗവൺമെന്റിനേക്കാൾ ഇരട്ടിയാക്കി പെൻഷനേഴ്സിന്റെ എണ്ണം. പക്ഷേ 9 വർഷം ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഇരട്ടിയോട് എത്തിക്കാൻ പറ്റില്ല. കാലാനുസൃതമായ വർധനവ് പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടാകും. വസന്ത്, ഞാൻ ചോദിക്കുന്നത്, വസന്ത് പറയുന്നില്ല തുക വർദ്ധിപ്പിക്കുന്നതല്ല, മാത്രമല്ല പെൻഷന്റെ ഉത്തരവാദിത്തം. പിന്നെ എന്താണ് പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറയൂ. 80-ലെ 45 രൂപയിൽ നിന്നാൽ മതിയായിരുന്നു. ആ തുക 45 രൂപ തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൻഷൻ? 80-ലെ 45-ൽ നിന്ന് അച്യുതാനന്ദന്റെ 300-ലേക്ക് എത്തിച്ച ആരാണ്? ഒന്ന് പറയൂ, ആരാണെന്നൊന്ന് പറയൂ. അല്ലല്ല, LDF ഗവൺമെന്റുകൾ മാത്രമാണോ? എങ്കിൽ ജിയോകൾ വെച്ച് അങ്ങ് സംസാരിക്കും, ഞാൻ വസന്തയ്ക്ക് കണക്ക് പറയൂ. അവസാനത്തെ മിനിറ്റുകളാണ്. വസന്ത് കണക്ക് പറയൂ. 82 കരുണാകരൻ സർക്കാർ, അതിനുശേഷം നയനാറിന് ശേഷമാണ് കരുണാകരൻ സർക്കാർ വർദ്ധിപ്പിച്ചോ? ഇല്ല, വട്ടപൂജ്യം. വീണ്ടും 87-ലാണ് നയനാർ സർക്കാർ 40-ൽ നിന്നും 60 രൂപയാക്കുന്നത്. പിന്നീട് വന്ന UDF സർക്കാർ വർദ്ധിപ്പിച്ചോ? വർദ്ധിപ്പിച്ചില്ല. 96-ലാണ് വീണ്ടും അത് 120 ആക്കുന്നത്. പിന്നീട് അത് ഈ നിലയിലേക്ക് വർദ്ധിച്ചത്. തർക്കമുണ്ടോ വസന്തിന്? അച്യുതാനന്ദന്റെ 300 1100 ആക്കി ഇറങ്ങിപ്പോയ സർക്കാരിന്റെ പേരെന്താ ഒന്ന് പറയാമോ? ഇത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് തിരിഞ്ഞു ഒരു വിഭാഗത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഈ നാൾ വഴി കണക്ക് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല, മറിച്ച് ഇവിടെ ഈ കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നിലപാടും ഏറ്റവും രസകരമായ കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ തുക ഉയർത്തുന്നതല്ല അത്രേ പെൻഷനുമായി ബന്ധപ്പെട്ട ജനങ്ങളോട് ചെയ്യാവുന്ന ഒന്ന്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി കൊടുക്കലാകണമല്ലോ. ആന്റണിയുടെ സർക്കാർ 28 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി പോയവരാണ്. ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അത് തുടരുന്നു. അപ്പോൾ കൊടുക്കലുമല്ല നയം, പിന്നെ എന്താണാവോ പെൻഷൻ നയം? ശ്രീ എൻ ചന്ദ്രൻ അങ്ങോട്ട് പഠിക്കുക. അതായത് പെൻഷനെ സംബന്ധിച്ച് പാവപ്പെട്ടവർക്ക് അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് മറ്റാരുടെയും മുമ്പിൽ കൈനീട്ടാതെ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനാണ് ഈ പെൻഷൻ സമ്പ്രദായം. എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത്? അതാദ്യം മനസ്സിലാക്കണം. ആ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ് ശാരീരികമായി അധ്വാനിക്കാനൊക്കെ കഴിയാത്ത ഘട്ടത്തിൽ ഒന്നുകിൽ ഒരു മുറുക്കാൻ മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ മരുന്ന് മേടിക്കാൻ, മക്കളുടേതായാലും അവരുടെ മുമ്പിൽ കൈനീട്ടാതെ ആത്മാഭിമാനത്തോടുകൂടി ഒരു സമൂഹത്തിന് ജീവിക്കാനാണ് സർക്കാരിന്റെ സഹായം. ആ സർക്കാർ അങ്ങനെയാണ് പെൻഷനെ കാണേണ്ടത്. അതാണ് പെൻഷന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെടുക്കുമ്പോൾ കാലാകാലം വർധനവുണ്ടാവണം. അങ്ങനെ ഉണ്ടാവേണ്ടുന്ന വർധനവ് UDFന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതാണ് ഞങ്ങൾ വെക്കുന്ന വിമർശനം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ അതിൻ്റെ കൊല്ലം പറയുന്നതിന് പകരം ഈ കോൺഗ്രസ് ഇപ്പോൾ നിലമ്പൂരിൽ നടത്തിയ പ്രഖ്യാപനവും അതിനോട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനവും അതിലെ പാവപ്പെട്ടവരോടുള്ള വിരുദ്ധ നിലപാടുമാണ് ശരിക്കും കേരളീയ സമൂഹം കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതിൽ നിന്ന് വഴിമാറിപ്പോവാനാണ് അദ്ദേഹം കുറെ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്. മനസ്സിലാകുന്നില്ല. ഇതിന് മുൻപ് വസന്ത് അത്തരം വാദങ്ങൾ ചർച്ചകളിൽ പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്തായാലും ശരി, അത് ഒന്നാമത്തെ കാര്യമായി നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മൾ 1-2 തവണ ഇത് പറഞ്ഞു പോയെങ്കിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല, അതിനുള്ള സമയവുമില്ല. എങ്കിലും ചുരുക്കി, പെൻഷൻ കമ്പനിയുടെ കാര്യത്തിൽ പെൻഷൻ കമ്പനിയും കിഫ്ബിയും ഒക്കെ സംസ്ഥാനത്തിന്റെ കടമാക്കി സംസ്ഥാനത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര തീരുമാനം അതിൽ തുടർച്ചയാകുമ്പോഴാണ് രാജ്യ തലസ്ഥാനത്ത് പോയി കേരളം സമരം ചെയ്യുന്നത്. അവിടെ ഇന്ത്യയിലാകമാനമുള്ള പ്രതിപക്ഷ നേതാക്കൾ LDF സർക്കാരിനൊപ്പം കേരള സർക്കാരിനൊപ്പം അണിനിരന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഒഴികെ അവരാണ് ഇപ്പോൾ പെൻഷന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ. പിന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-നാണ് ഡൽഹിയിലെ സമരം നടക്കുന്നത്. അപ്പോൾ ഇത് ഈ പെൻഷൻ കമ്പനി ഉണ്ടാക്കിയപ്പോൾ സർക്കാർ ആ പെൻഷൻ കമ്പനിയിൽ നിന്ന് പിന്നെ കടമെടുക്കുന്നു, സർക്കാർ തിരിച്ചടയ്ക്കുന്നു. അതായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് കേന്ദ്രം ഇടപെട്ടിട്ട് പറയുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തും. എന്ത് കാര്യത്തിന്? അത് പെൻഷൻ കമ്പനിക്ക് ഒരു ബാധ്യത ഉണ്ടാക്കുന്നില്ല, സർക്കാരിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കുന്നില്ല. സുഗമമായി പോയിരുന്നിടത്താണ് തടസ്സപ്പെടുത്തി ബോധപൂർവം പലതരത്തിലുള്ള ശ്വാസം മുട്ടിക്കലാണല്ലോ. അങ്ങനെ ശ്വാസം മുട്ടിച്ചു. പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല, കൈയടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിന്. അതാണ് ചെയ്തത്. പിന്നെ ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. പിന്നെ വസന്ത, ഈ അടിയന്തര പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചോന്നാണല്ലോ ചോദിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരടിയന്തര പ്രമേയത്തിന് അനുമതി തരില്ല. നോട്ടീസ് അവതരിപ്പിക്കാൻ പോയി അനുമതി തരില്ലായിരുന്നു അന്ന്.
അറിയില്ലേ? നോക്കിയാൽ മതി, അന്വേഷിച്ചാൽ മതി. അതേസമയം ഈ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്താണ് അടിയന്തര പ്രമേയങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഉണ്ടായത്? അത് ഗവൺമെൻറ് അനുവദിക്കുകയാണ്. ജനാധിപത്യപരമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് വസന്ത. അതില്ലാത്തത് കൊണ്ടാണ് UDF-ൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. അത് ഉള്ളത് കൊണ്ടാണ് പിണറായി സർക്കാർ അത് നിഷേധിക്കാതെ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോഴാണ് ഈ മുമ്പേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തു പോകുന്ന ചട്ടം 300 ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിനാണല്ലോ ചട്ടം 300 അവതരിപ്പിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെ സഭാ നേതാവ് അവതരിപ്പിക്കുന്നത്. അതാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വിവരങ്ങളും അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, രണ്ടാമത്തെ വിഷയമായിട്ട് തന്നെ എടുത്ത സംഗതിയാണ് ഈ പെൻഷൻ കാര്യം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് ജനങ്ങൾ ഇപ്പോഴേ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് LDF-നെ സംബന്ധിച്ചോളം വളരെ ഗുണകരമായ കാര്യമാണ്. ജനങ്ങളത് കൂടുതൽ മനസ്സിലാക്കുകയാണ് എന്താണ് ഈ സംഭവം എന്നുള്ളത്. ഞാൻ അവിടെ ഇടപെടുകയാണ്. എന്തായാലും വസന്ത് പറഞ്ഞ അവസാനത്തെ പോയിന്റിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാണ്. പെൻഷൻ തുക ഉയർത്തുന്നതല്ല കോൺഗ്രസിന്റെ പെൻഷൻ നിലപാട്. അപ്പോൾ പിന്നെ അത് കൃത്യമായി കൊടുത്തു തീർക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മുൻ സർക്കാരുകളുടെ കാലത്തെ കുടിശ്ശിക കോൺഗ്രസിന്റെ ഇത് പരിശോധിക്കുമ്പോൾ അതുമല്ല. അപ്പോൾ പിന്നെ എന്താണ് കോൺഗ്രസിന്റെ പെൻഷൻ വിഷയത്തിലെ നിലപാട് എന്നുള്ളത് ഒരുപക്ഷെ 80-ൽ കരുണാകരൻ പറഞ്ഞത് തന്നെ ആകും. അവിടെ ഇപ്പോഴും അവർ നിൽക്കുന്നു എന്നുള്ളതാകും. വളരെ നന്ദി എന്തായാലും ചർച്ചയിൽ ചേർന്ന ശ്രീ N. ചന്ദ്രൻ, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, M. ജയചന്ദ്രൻ. ന്യൂസ് ഓൺ ഈസ് പൂർണ്ണമാകുകയാണ്.